ബിസിനസ് ചെയ്യുന്ന പല ആളുകളോടും നമ്മൾ സെയിൽസിനെ കുറിച്ചിട്ടോ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടോ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇഷ്യൂ ആണ്, നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഉദ്ദേശിച്ച റിസൾട്ട് ഇല്ല, അതായത് സെയിൽസ് ഇല്ല. ആക്ച്വലി നമ്മൾ മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവരുന്ന ലീഡ്സിനെ അത് സെയിൽസ് ആക്കി കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാനുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ടീം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ആൻസർ ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഡെയിലി ചിലപ്പോൾ 100 കണക്കിന് ലീഡ്സ് വരുന്നത് അത് മാനേജ് ചെയ്യുന്നുണ്ടാകാം 1-2 സെയിൽസുകാരായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം 100 പേരോ ഇല്ലെങ്കിൽ 50 പേരെയൊക്കെ ഒരു ദിവസം അവരെ കണക്ട് ചെയ്യുക, ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, അവരെ പിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കറിയുന്നത് പോലെ സെയിൽസും മാർക്കറ്റിങ്ങും എന്ന് പറയുന്നത് ഒരു സൈക്കിളിൻ്റെ പെഡല് പോലെയാണ്. ഇത് രണ്ടും ഒരുപോലെ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അതിൽ കാണണമെന്നില്ല. അപ്പോൾ ഒരു അടിപൊളി മാർക്കറ്റിംഗ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സെയിൽസ് ടീമിന് വളരെ ഈസി ആയിക്കൊണ്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൊണ്ടുവരുന്ന ലീഡ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കുള്ളൂ. നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പൈസ സ്പെൻഡ് ചെയ്യുക. ഇത് നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറക്കും, മാത്രമല്ല നമ്മുടെ പ്രോഫിറ്റിനെ കൂട്ടാൻ ഇത് ഹെൽപ്പും ചെയ്യും.